ഡോക്ടർമാരും വേണ്ടത്ര ജീവനക്കാരുമില്ലാതെ കിതയ്ക്കുകയാണ് സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതൽ ജില്ലാ ജനറൽ ആശുപത്രികൾ വരെ. മരുന്നുകൾ സൂക്ഷിച്ചിരിക്കുന്നത് കക്കൂസിനോട് ചേർന്ന മുറിയിൽ. ഇത് നെയ്യാറ്റിൻകര ജില്ലാ ആശുപത്രിയിലെ മാത്രം കാഴ്ചയുമല്ല. ആരോഗ്യവകുപ്പിന് കീഴിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതൽ ജില്ലാ ജനറൽ ആശുപത്രികൾ വരെയുള്ള മിക്ക ആശുപത്രികളിലെയും സ്ഥിതി ഇതാണ്. ആശുപത്രിയിൽ ഗ്രൂപ്പ് മാറി രക്തം നൽകിയതിനെ തുടർന്ന് നിലവഷളായ രോഗി മരിച്ചു. ഗുരുതരാവസ്ഥയിലുള്ള ക്യാൻസർ രോഗികളുടെ ചികിത്സ നിഷേധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അർബുദ രോഗ ചികിത്സാ വിഭാഗം. ജനറൽ ആശുപത്രിയിലെ മെഡിക്കൽ തീവ്ര പരിചരണ വിഭാഗം എലിയും ചിലന്തിയും പെരുകിയ മുറി. കോളേജ് ആശുപത്രിയിൽ സൗജന്യ സ്കാനിങ്ങും പരിശോധനകളും നിലയ്ക്കാൻ സാധ്യത. ആശുപത്രി വികസന സൊസൈറ്റിയുടെ ഫണ്ട് വകമാറ്റാനുള്ള സർക്കാർ തീരുമാനത്തോടെയാണ് സൗജന്യം നിലയ്ക്കുന്നത്. India's largest primary health center is set to be inaugurated in Kerala's Malappuram on Saturday. രാജ്യത്തെ മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി ഈ ആശുപത്രിയെ തിരഞ്ഞെടുത്തിരുന്നു. കൂടുതൽ ജനകീയ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് സ്വകാര്യ ആശുപത്രികളെ വെല്ലുന്ന സൗകര്യങ്ങളുള്ള ഈ സർക്കാർ ആതുരാലയം. OP രജിസ്ട്രേഷൻ നടത്തിയാൽ ഇലക്ട്രോണിക് സംവിധാനത്തിൽ ടോക്കൺ കിട്ടും. പിന്നെ ശീതീകരിച്ച വിശ്രമമുറിയിൽ ഇരിക്കാം. ഡോക്ടറെ കാണുന്നതിന് മുമ്പായി പ്രാഥമിക ശാരീരിക പരിശോധനകൾ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തും. ഫാർമസി, ആധുനിക ലാബോറട്ടറി, കിടത്തി ചികിത്സ, ടെലിമെഡിസിൻ തുടങ്ങിയവയൊക്കെ ഒന്നിനൊന്ന് മെച്ചമാണ്. ഷീ ടോയ്ലറ്റ്, ചിൽഡ്രൻസ് പാർക്ക്, പൂന്തോട്ടം, TV തുടങ്ങിയവയെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. ആരോഗ്യ സംബന്ധമായ എന്താവശ്യത്തിനും ആശ്രയിക്കാവുന്ന തരത്തിൽ സർക്കാർ ആതുരാലയങ്ങൾ മാറുന്നു. പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെ ഇങ്ങനെ മികവിന്റെ കേന്ദ്രങ്ങളാകുന്നു. സ്വകാര്യ മേഖലയെ വെല്ലുന്ന സൗകര്യങ്ങൾ ഒരുക്കിയാണ് ഓരോ ഘട്ടവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങളെ ആശുപത്രി ഇത്രയും വലുതായോ? നിങ്ങൾ ഇത്രയും നല്ല ആശുപത്രിന്റെ മുറ്റത്താണല്ലോ താമസിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും വലിയ സുഖം എന്താ കിട്ടാനുള്ളതെന്നൊക്കെയാ ചോദിക്കുന്നത്.